നമസ്കാരം. സോഷ്യൽ മീഡിയ തുറന്നാൽ CPM-നെ വിമർശിക്കുന്ന വീഡിയോകളും വാർത്തകളുമായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ചില നേതാക്കളുടെ രാഷ്ട്രീയ നിലപാടുകളും അവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞിട്ടുള്ള പ്രതികരണങ്ങളും ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അവർ വിമർശിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ CPM വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ധാരാളം CPM വിമർശനങ്ങൾ, പാർട്ടി വിമർശനങ്ങൾ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലുള്ള വ്യക്തി വിമർശനങ്ങളൊക്കെ ഞാനും നടത്തിയിട്ടുണ്ട്. ഈ ചാനലിൽ ധാരാളമുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിലെ ഇത്തരം പോരായ്മകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ഒരു പ്രസ്ഥാനം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ടല്ലോ, ആ നല്ല കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ 2 വീഡിയോകൾ ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ നന്മകളെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു വീഡിയോ കൂടി വരാനുണ്ട്. കാര്യം ഇവിടെ ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ട്. എല്ലാം ജനവിരുദ്ധ പ്രവർത്തനങ്ങളല്ല അവർ നടത്തിയത്. ഇല്ല എന്നല്ല പറയുന്നത്, ഒരുപാടുണ്ട്. വ്യക്തിപരമായിട്ട് ഒരുപാട് കൊള്ളകൾ നടന്നിട്ടുണ്ട്, പിന്നെ ഒരുപാട് പേരുദോഷം കൽപ്പിച്ചിട്ടുണ്ട്, പലതും ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഒരു ഭാഗത്ത് നന്മയുള്ളപ്പോൾ ആ നന്മയെ നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ നിഷ്പക്ഷവാദി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വിമർശനം മാത്രം പോരല്ലോ. ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവർ ചെയ്യുന്നത്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വലിയ മാതൃകകൾ, മറ്റാരും ചെയ്യാത്ത പോലും അത്രത്തോളം വലിയ മാതൃകകൾ ആ പ്രസ്ഥാനത്തിൽ ധാരാളമുണ്ടെന്ന് മനസ്സിലാക്കണം. അത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അവർ പൊതുസമൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോഴാണ് ഒരു സമത്വം ഉണ്ടായി വരുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക്, അവരുടെ കൂട്ടിരിപ്പുകാർക്കൊക്കെ ദിവസവും മുടങ്ങാതെ ഉച്ചഭക്ഷണം എത്തിച്ച് നൽകുന്ന, പല ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉച്ചഭക്ഷണമാണ് അത് കളക്ട് ചെയ്ത് അവിടെ എത്തിച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതി എത്ര വലിയ പുണ്യകർമ്മമാണെന്ന് ആലോചിച്ച് നോക്കും. എത്ര കൊല്ലമായി അവർ തുടങ്ങിയിട്ട്. വിശക്കുന്ന മനുഷ്യരുടെ വയറ് നിറയ്ക്കുന്ന ആ കാരുണ്യത്തിന് പിന്നാലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന മറ്റൊരു മാതൃകാപരമായ വാർത്ത കൂടി കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അതുകൂടി ഒന്ന് പറയണം തോന്നിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കായിക രംഗത്ത് നാടിൻ്റെ അഭിമാനമായി മാറിയ, കഠിനാധ്വാനം കൊണ്ട് നിരവധി മെഡലുകളും റെക്കോർഡുകളുമൊക്കെ വാരിക്കൂട്ടിയ ഒരു കൊച്ചുമിടുക്കി, വേഗറാണി എന്നറിയപ്പെടുന്ന ദേവപ്രിയ, എന്നാൽ സ്വന്തം പ്രതിഭ തെളിയിച്ച് നാടിന് സമ്മാനിച്ച ആ വലിയ റെക്കോർഡുകൾക്കും ട്രോഫികൾക്കുമൊക്കെ അതൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ ചോർന്നലിക്കാത്ത ഒരു സുരക്ഷിതമായ ഒരു വീട്, ഒരു കൂര അതില്ല എന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ഒരാൾക്ക് ഒരു ചെറിയൊരു കൂര, ചോർന്നൊലിക്കാത്തൊരു കൂരയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? പറ്റരുത്. അതാണ് നമ്മുടെ ഒരു ചിന്ത. അങ്ങനെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. ആ പെൺകുട്ടിയും കുടുംബവും നമ്മുടെ നാടിന് നേടിത്തന്നുള്ള കീർത്തി, ആ മിടുക്കിയുടെ ദയനീയമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടതാ. അർഹതയുള്ള ഒരു കായിക പ്രതിഭ വീടില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ആ നിസ്സഹാവസ്ഥ കണ്ട ഉടൻ ഒരു സെക്കൻഡ് വൈകാതെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം സഹായഹസ്തവുമായിട്ട് മുന്നോട്ട് വന്നത് CPIM ഇടുക്കി ജില്ലാ നേതൃത്വമാണ്. മനസ്സിലാക്കണം, CPIM-ആ. റിപ്പോർട്ടർ ചാനലിൽ, നമ്മളിന്ന് റിപ്പോർട്ടർ ചാനലിൽ ഒരുപാട് വിമർശിക്കുന്നുണ്ടല്ലോ. റിപ്പോർട്ടർ ചാനലിലെ കോഫി വിത്ത് അരുൺ പരിപാടിയിലൂടെ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ദേവപ്രിയയ്ക്ക് ഒരു സ്വപ്ന ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്ന് അന്ന് പരസ്യമായി ഉറപ്പ് നൽകിയ വാർത്ത ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. വെറും ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് ആളുകളുടെ കയ്യടി വാങ്ങി പിന്മാറുന്ന രാഷ്ട്രീയ പറാട്ട നാടകമായിരുന്നില്ല അതെന്ന് പിന്നെ തെളിയാണ്. പ്രഖ്യാപിച്ച അന്ന് തന്നെ ആ സ്ഥലത്തെത്തിയിട്ട് ആ വീടിൻ്റെ ശിലാസ്ഥാപനം നടത്തി CPM ജില്ലാ കമ്മിറ്റി നേരിട്ട് ആ വീടിൻ്റെ നിർമ്മാണം ഏറ്റെടുത്ത് പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി പാലിച്ച് വെറും 10 മാസം കൊണ്ട് ആ മനോഹരമായി വീടിൻ്റെ പണി പൂർത്തിയാക്കി നൽകാൻ അവർക്ക് സാധിച്ചു എന്നത് ഈ ലോകം അറിയണ്ടേ, മാതൃകയാകണ്ടേ? CPM ചെയ്തതുകൊണ്ട് അത് മോശമെന്ന് പറയാൻ പറ്റുമോ? അത് മാതൃകയാകണം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ കൂടുതൽ അത് ചെയ്യാൻ സാധിക്കണം. എല്ലാം ചിലപ്പോൾ സർക്കാരിന് കഴിഞ്ഞോളുന്നില്ല. അവരുടെ നിയമം, ചില കാര്യങ്ങൾ, ചില നൂലാമാലകൾ അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ എങ്കിലും ആ കാരണത്താൽ ആരും വീടില്ലാതിരിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ നാഥനില്ലാതായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. 4 മുറികളുള്ള അടച്ചുറപ്പുള്ള സുരക്ഷിതവും മനോഹരമായിട്ടുള്ള ദേവഭവനം എന്ന സ്വപ്ന ഭവനം ഇന്ന് യാഥാർത്ഥ്യമായി ആ മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്നത് ഇന്ന് CPM-ൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ അഭിമാനമാണ്. ഇനി ദേവപ്രിയയ്ക്ക് ഒരു ആശങ്കയുമില്ലാതെ ആ കായിക സ്വപ്നങ്ങളിലേക്ക് കുതിക്കാം. കഠിനാധ്വാനം ചെയ്ത് നാടിനായി കൂടുതൽ മെഡലുകളും അംഗീകാരങ്ങളും ഒക്കെ വാരിക്ക് കൂട്ടാം. ചോർന്നൊലിക്കുന്ന ഒരു കൂരയെക്കുറിച്ചോ അല്ലെങ്കിൽ മഴയത്ത് നനയുന്ന ജീവിതത്തെക്കുറിച്ചോ അതിലൊന്നും ഓർത്ത് ഭയപ്പെടാതെ താൻ നേടിയെടുക്കുന്ന സകല അംഗീകാരങ്ങളും അഭിമാനത്തോടെ സൂക്ഷിച്ചു വയ്ക്കാൻ സുരക്ഷിതമായ ഒരു വീട് ഇന്ന് അവൾക്കുണ്ട്.
രാഷ്ട്രീയ എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട ആ ഒരു കുട്ടിയുടെ ജീവിതത്തിന് സുരക്ഷിതവും ജീവിതവും ഒക്കെ നൽകാൻ കാണിച്ചിട്ടുള്ള മനസ്സുണ്ടല്ലോ, അത് ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളു തൊടുന്നതാവണം. അതിൽ കൊടിയുടെ നിറം നോക്കാൻ പാടില്ല. രാഷ്ട്രീയം എന്നത് വെറും അധികാര വടംവലികൾക്കും അല്ലെങ്കിൽ തമ്മിലടികൾക്കും മാത്രമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ഇത്തരം നല്ല മാതൃകകൾ ഇനിയും ഉണ്ടാകണം. രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടാകാം. ഏത് രാഷ്ട്രീയ വിയോജിപ്പ് ഉണ്ടെങ്കിലും ഒരുമിച്ച് നിൽക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, എല്ലാവരും കൂടെ രാഷ്ട്രീയ അടിപിടി കൂടിയിട്ട് പിന്നെ അവസാനം ഭക്ഷണം കഴിച്ച എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂടെ ഒരുമിച്ചിരുന്ന് പരസ്പരം വാരിക്കൊടുത്ത് തിന്നുന്ന ഒരു ചിത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. അതുകൊണ്ട് വിയോജിപ്പുകളൊക്കെ രാഷ്ട്രീയമായിട്ട് ഉണ്ടാകാം. പക്ഷേ മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ ചേർത്ത് പിടിക്കലിൻ്റെയും ഇത്തരം വലിയ നന്മകളെയും ഒക്കെ അതൊക്കെ നമ്മൾ തുറന്ന മനസ്സോടെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും ഒക്കെ ഓരോരുത്തരും തയ്യാറാവണം. എനിക്ക് പറയാനുള്ളത്, ഇടുക്കിയിലെ CPM നേതൃത്വത്തെ വി ഡി സതീശൻ സർക്കാർ ഒന്ന് ആദരിക്കണമെന്നാണ്. ആ പെൺകുട്ടിക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചതിൽ അവിടെ രാഷ്ട്രീയമൊക്കെ അങ്ങോട്ട് മറക്കണം. അറിയിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ മുന്നോട്ട് വന്ന ഈ ഒരു കരുതലും സ്നേഹം ഉണ്ടല്ലോ, അത് ഏത് രാഷ്ട്രീയത്തെക്കാളും വലുതാണ്. അത് തന്നെയാണ് എന്നും നാടിൻ്റെ നെഞ്ചിൽ തങ്ങി നിൽക്കുന്നതും, അത് തന്നെയാണ് കണ്ടുപഠിക്കേണ്ടതും, ഇതൊക്കെ തന്നെയാണ് വാർത്തയാക്കേണ്ടതും. ഈ ഒരു കർമ്മത്തെക്കുറിച്ച് വാർത്ത ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചാനലും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പേജും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഈ എന്തർത്ഥമുള്ളത്? Different angles. Don't forget to subscribe and support this channel.